മക്കളെ, ജെറൂസലേം പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്വദേശത്തും വിദേശത്തുള്ളവരെയും വളരെ സ്നേഹപൂർവം ഈ 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് ശ്രവിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളെ അതീവ ശ്രദ്ധയോടെയാണ് കർത്താവ് കാതോർത്തിരിക്കുന്നത്. ഇന്ന് വചനമാകുന്ന യേശു പൗലോസ്ലീഹായിലൂടെ സംസാരിക്കുന്നു. ഗലാത്യർ 5:16 നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നവൻ അവനാണ് ആത്മീയ മനുഷ്യൻ. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമാണ്. അവരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ആത്മീയ മനുഷ്യൻ ആലോചിച്ചല്ല തീരുമാനമെടുക്കുക, പിന്നെയോ പ്രാർത്ഥിച്ചാണ്. എന്നാലേ ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കാൻ ദൈവമക്കൾക്ക് സാധിക്കൂ. പഠനത്തിൻ്റെ ഒരു കോഴ്സോ, ഒരു പുതിയ ജോലിയോ, ഒരു വിവാഹമോ, ഒരു ഭവന നിർമ്മാണമോ, ഒരു വസ്തു വാങ്ങിക്കലോ, എന്ത് ചെയ്യുമ്പോഴും അന്വേഷിക്കുമ്പോഴും കുറേ ആലോചിക്കുന്നതിനേക്കാൾ ഉപരിയായി വളരെയധികം പ്രാർത്ഥിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്. പ്രാർത്ഥനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് പിശാചാണെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും. പിശാചല്ല, നമ്മിലെ ജഡമാണ് നമ്മുടെ ആത്മാവിനെ തകർക്കുന്നത്, പ്രാർത്ഥിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്നത്. ജഡത്തിൻ്റെ വ്യാപാരം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ആത്മീയമായി വളരാൻ സാധിക്കുകയില്ല. പിന്നെ എന്താ സംഭവിക്കുക? നിന്ദ്യമായ വികാരങ്ങൾക്ക് അപ്രകാരമുള്ളവർ വിട്ടുകൊടുക്കും. പ്രകൃതി വിരുദ്ധ പാപങ്ങളിലേക്ക് ജഡം നയിച്ചുകൊണ്ട് പോകും. മാതാപിതാക്കന്മാരെ അനുസരിക്കുവാനോ സ്നേഹിക്കാനോ പറ്റാത്ത അവസ്ഥകൾ കൊണ്ടാക്കും. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, അവിശ്വസ്തരം, ഹൃദയശൂന്യർ, കരുണയില്ലാത്തവർ, ഇതിലൊക്കെ വന്ന് കുടുങ്ങുമെന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കുഞ്ഞ് ചെളിയിൽ വീണാൽ ശുദ്ധജലം കൊണ്ട് കഴുകുന്നത് പോലെ ജഡമോഹങ്ങളിൽ അടിമപ്പെട്ടാൽ പാപത്തെ പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീരുകൊണ്ട് കഴുകി വിശുദ്ധീകരിക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ പാപികളുടെ സ്നേഹിതനാണ്. പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നു. നമുക്കും ഈ തീരുമാനമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.